ഹലോ ഗായ്സ്, അപ്പോൾ എനിക്ക് എൻ്റെ പേജിൽ എപ്പോഴും വരുന്ന റിക്വസ്റ്റാണ് മിനി ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മിനി ഫ്രെയിമിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. എനിക്ക് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു, അപ്പോൾ അത് നിങ്ങൾക്കും ഷെയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ 2 ആപ്പാണ് യൂസ് ചെയ്യുന്നത്, ഇൻഷോട്ടും അതുപോലെ ക്യാൻവ കേട്ടോ. അപ്പോൾ ഇൻഷോട്ട് എടുത്തിട്ട് അതിൽ ഗ്രിഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. ഗ്രിഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ 4 ഫോട്ടോസ് ആട്ടോ സ്ക്വയർ ഫ്രെയിമിൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 4 ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് വേണ്ട ഫോട്ടോ വേണ്ടതേക്ക് ആക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ ഫോട്ടോ നമ്മൾ എന്താട്ടി സേവ് ആക്കി എടുത്തിട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫോട്ടോ എടുത്തിട്ട് അതിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു ബോർഡർ ലൈൻ കൊടുക്കണം കേട്ടോ. അതിൻ്റെ തിക്നെസ് നമുക്ക് വേണ്ട തിക്നെസ്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ക്യാൻവയിൽ സ്ക്വയർ ടെംപ്ലേറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സ്ക്വയർ ടെംപ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെയൊക്കെ വരും. അതൊക്കെ നമ്മൾ ഒന്ന് റിമൂവ് ആക്കി കൊടുത്തിട്ട് നമുക്ക് സ്ക്വയർ മാത്രം മതി കേട്ടോ. എന്നിട്ട് അതൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. എല്ലാം റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഫോട്ടോ സെലക്ട് ചെയ്യുക കേട്ടോ. ഫോട്ടോയ്ക്ക് സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഏത് ഫോട്ടോ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരുന്നത് അത് സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് ആ പിക്ചറില്ലേന്നോ അത് വെക്കണം കേട്ടോ. ബ്രൈറ്റ്നെസ്സൊക്കെ നമ്മൾ ഇഷ്ടത്തിനാക്കി കൊടുക്കുക കേട്ടോ. ഏത് ഇതിലാണ് വേണ്ടത് വെച്ചാൽ കളർ മോഡൊക്കെ അതിനനുസരിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മിഡിലായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഇതൊക്കെ ചെയ്യാം കേട്ടോ, ഡിസൈൻസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പ്രോ വേർഷൻ അല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ അധികം ഡിസൈൻസ് ഒന്നും ഇല്ല കേട്ടോ. പ്രോ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഡിസൈൻസും ഇതൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ PDF ഫയലിലാക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ മിനി ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കട്ടോ. ഫോണ്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കട്ടോ. അപ്പോൾ ഇത്രയാണ് ഒരു മിനി ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് വരുന്നത്. എന്നിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ളതായതുകൊണ്ട് PDF ഇട്ടിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ എല്ലാവരും ഫോളോ